ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട്, എത്രയോ മാസങ്ങളായി. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. സോ നമ്മൾ ഇനി മുതൽ കണ്ടിന്യൂസ്ലി വീഡിയോ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ഉണ്ട്. എന്താവും എനിക്കറിയില്ല. ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ സൗണ്ട് ഇല്ല എന്നുള്ളത് വീഡിയോ എടുത്ത ശേഷമാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ, നമ്മളൊന്ന് മലമ്പുഴ വരെ പോവാണ്, കവയ്ക്ക് പോവാണ് കേട്ടോ. നല്ല മഴയല്ലേ, അപ്പോൾ കുറേ പേർക്ക് പോണതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടത് തൊട്ട് എനിക്കും പോകണം എന്നൊരാഗ്രഹം. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് കേട്ടോ പോണത്. രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴയുണ്ടായിരുന്നു, റോഡിലൊക്കെ ഫുള്ള് വെള്ളമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ബസ്സൊക്കെയാണ് പോണത്, പിന്നെ എൻ്റെ ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വരും. അങ്ങനെ എൻ്റെ ഫ്രണ്ട് വന്നു കേട്ടോ. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ രാവിലെ ഒരു 8 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോകണം. പാലക്കാടൊക്കെ രാവിലെ തന്നെ അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ. ഞാൻ കോട്ടൊന്നും ഇട്ടിട്ടില്ല, അവൾ കോട്ടൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു ലൊക്കേഷൻ കണ്ടെത്തി നമ്മൾ അവിടെ നിർത്തി വണ്ടി. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ തന്നെ. വീട്ടിൽ നിന്ന് ചായ മാത്രം കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. ഫുഡിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു, കാരണം ഒരു ഷോപ്പ് തുറന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ കഴിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ. ഞാൻ റോസ്റ്റാണ് കഴിച്ചത്. ഫുഡ് വന്നപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. മലമ്പുഴ എത്തിയതേ അറിഞ്ഞില്ല ഞാൻ. ഫുള്ള് മഴയായിരുന്നു. പിന്നെ ഞാൻ കോട്ടിട്ടൂടെ കഴിച്ചത്, അത് ഞാൻ പറയാൻ മറന്നു. വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഷെയ്ക്ക് ആവുന്നുണ്ട്, കാരണം മഴ ആയതുകൊണ്ട് എനിക്ക് നേരെ കണ്ണ് കാണില്ല ഗൈസ്, അതാണ് കേട്ടോ. ഈ മഴ സമയത്ത് പുറത്ത് പോണത് ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ ഈ മഴ തുടങ്ങിയ ശേഷം ഞാൻ അങ്ങോട്ട് പുറത്ത് പോയിട്ടില്ല. മേ ബി അതുകൊണ്ടായിരിക്കാം. പിന്നെ കുറച്ച് നേരം വണ്ടി ഈ ലൊക്കേഷനിൽ നിർത്തിയിട്ട് മഴയും കൊണ്ട് കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, എനിക്ക് നല്ല തണുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്യണതിൻ്റെ ഒരു ഭംഗി കണ്ട് ആസ്വദിച്ച് നിന്നുകൊണ്ട് അതൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഞങ്ങൾ പോകുമ്പോൾ ആ ഭാഗത്തൊന്നും അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറേ പേര് വരാൻ തുടങ്ങിയിട്ട് അപ്പം മനസ്സിനൊരു ആശ്വാസമായി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസ് കണ്ട് അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലത്തെയൊക്കെ കുറേ വീഡിയോസ് ഞങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 29-ാം തീയതിയാണ് കവയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ ദിവസം ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. കുട്ടിക്കാലത്താണ് ഇങ്ങനെയൊക്കെ മഴയത്തൊക്കെ കളിക്കുക, പക്ഷേ ഇത്ര വലുതായിട്ട് കളിക്കുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ഈ മഴ കണ്ടപ്പോൾ എനിക്ക് ഈ വീഡിയോസൊക്കെ ഒരുപാട് എടുക്കണം എന്ന് തോന്നി. അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് കേട്ടോ ഇതൊക്കെ. റീൽസിന് വേണ്ടി നല്ല പോസിങ് ആണെങ്കിലും ഉള്ളൊക്കെ നല്ല വിറയലാണ്. ഒരുപാട് നനഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ കീഴിൽ പോയിട്ട് കുറച്ച് മഴ നനയാതെ നിൽക്കണം, ഒന്ന് ഫ്രഷ് ആവണം തോന്നി. കവയിൽ പോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായി തോന്നിയത് ഈ ഒരു ഭാഗമാണ്. എന്താ അറിയില്ല, ഈ ഭാഗത്ത് ഒരുപാട് കാണാൻ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ എന്താ അറിയില്ല, നല്ല മഴ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു പണിയും കൂടെ കിട്ടി ഗൈസ്. എൻ്റെ ഫോൺ ഓഫായ ഇടയിൽ. വേറൊന്നും കൊണ്ടല്ല, ഫോണിൽ അത്രയും വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐഫോൺ വാട്ടർ പ്രൂഫ് ആണെങ്കിലും ഒരുപാട് വെള്ളമൊക്കെ കയറിയ പണി കിട്ടുന്നുണ്ട് ഗൈസ്. പിന്നെ അതെങ്ങനെയൊക്കെയോ ക്ലിയർ ചെയ്തിട്ട് പിന്നെ കുറച്ച് മഴയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്ന് ചായ കുടിക്കാൻ പോകാമെന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. രാവിലെ ഫുഡ് കഴിച്ചുകൊണ്ട് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ചായ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും എത്തും. വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വന്ന അടിപൊളി സ്പോട്ടിലാണ്. ഇവിടെ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടാണ് ഈ ഒരു സ്ഥലം. പിന്നെ ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. ഇവിടെ വന്നിട്ട് ഒന്ന് ഫ്രഷൊക്കെ ആയി. പിന്നെ നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ തലേന്നൊന്ന് മാറ്റി വെച്ചപ്പോഴാണ് ഒന്ന് സമാധാനം കിട്ടിയത്. ചായയും പഴംപൊരിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൾ അതുമായിട്ട് വരികയാണ്. അങ്ങനെ ഓരോരോ വർത്തമാനവും പറഞ്ഞ് പഴംപൊരിയും ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ അവിടെ ഇരുന്നു. തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ലൊക്കേഷനിലേക്ക് പോയത്. ഇവിടെ പോണവർ മെയിനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഇവിടെ വഴുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ താഴെയൊക്കെ ഫുള്ള് വെള്ളമാണ്, അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം. ഈ സമയത്തൊക്കെ മലമ്പുഴ വരികയാണെങ്കിലോ അല്ലെങ്കിൽ കവയ്ക്ക് വരികയാണെങ്കിലോ അടിപൊളിയായിരിക്കും, പക്ഷേ ശ്രദ്ധിക്കണം, കാരണം മഴയും കൂടെ ആണ്. മെയിനായിട്ട് കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ കേട്ടോ. ഈ സ്ഥലത്ത് നിൽക്കാൻ പേടിയാണെങ്കിലും എന്തോ ഒരു ധൈര്യത്തിൽ പോയി നിൽക്കുകയാണ് ഞാൻ. പിന്നെ നമ്മൾ പോലീസുമാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരും ഫുള്ള് വീഡിയോ എടുക്കലും ഒക്കെ ആയിരുന്നു. അവരും സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, നോക്കി ഇറങ്ങണം, നോക്കി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ആകുമ്പോഴേക്കും വീടെത്തണം. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എത്തണം. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതും വേഗം ഇറങ്ങണം എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. അപ്പോൾ ഈ വെള്ളച്ചാട്ടവും കൂടെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. മഴ സമയത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കവ. എനിക്ക് പേഴ്സണലി അടിപൊളിയായി തോന്നി ഇന്ന് വന്നത്. പിന്നെ പ്ലാൻ ചെയ്യാണ്ട് വരികയാണെങ്കിൽ അടിപൊളിയായി തോന്നുന്നതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എന്തായാലും മാക്സിമം പാലക്കാടുള്ളവരൊക്കെ ആണെങ്കിൽ കവ വരിക. അപ്പോൾ വരികയാണെങ്കിലും ശ്രദ്ധിക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. മഴ ആയതുകൊണ്ട് ഒരുപാട് ക്ലിപ്സൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓരോരോ വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.